ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴെന്താ ഈ വളകാപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടെന്നില്ലേ. ഞാൻ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇപ്പം എൻ്റെ വളകാപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം ആവാനായിട്ടോ. എനിക്ക് ഒരുപാട് മെമ്മറികൾ തന്നൊരു വളകാപ്പായിരുന്നു കേട്ടോ അത്. ഞാൻ ഈ വളകാപ്പ് ചെയ്യുന്ന സമയത്തൊന്നും വളകാപ്പ് അത്ര ട്രെൻഡിങ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ് ഒരു വളകാപ്പൊക്കെ ചെയ്യണം. അങ്ങനെ സെലിബ്രിറ്റീസൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊന്നും ആ ടൈമിൽ ചെയ്യുന്നില്ലായിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ആദ്യം മുതൽ എനിക്കുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് വളക്കാപ്പ് നടത്തുന്നത് അത്ര ഗ്രാൻഡ് ആക്കാനൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഇവിടെ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞു ആയിക്കോട്ടെ, നീ പോകുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു സെപ്റ്റംബർ 12-നാണ് ഞാൻ ഇവിടുന്ന് പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നെയാണ് ആഗസ്റ്റ് ലാസ്റ്റിലേക്ക് ആയപ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ, വളകാപ്പ് ആഘോഷിച്ചത്. അപ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആഗസ്റ്റ് 25-നാണ് കേട്ടോ. അപ്പോൾ അതും ഇതും കൂടെ ആയിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ബേബി ഷവറും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്തി തരാനും ആളുകൾ ഉണ്ടാവുന്നതും ഒരു ഭാഗ്യമാണല്ലോ. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഏട്ടനും അച്ഛനും അമ്മയും എല്ലാവരും നല്ല സപ്പോർട്ട്, അത്യാവശ്യം ഗ്രാൻഡ് ആക്കിയ രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, കസിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും വന്ന് ഞാൻ വിളിച്ചപ്പോൾ തന്നെ കേട്ടോ. പിന്നെ എന്താണ്, അത്യാവശ്യം അടുത്തുള്ള ആളുകളും പിന്നെ നമ്മൾ അത്യാവശ്യം അത്ര റിലേറ്റീവ് എൻ്റെ വീട്ടിൽ നിന്നൊന്നും വന്നില്ല, അത്രയും കൊണ്ട് ഗ്രാൻഡൊന്നും അല്ലായിരുന്നു. പക്ഷെ എനിക്കിത് വലിയ ഗ്രാൻഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്തു, അടിപൊളി വളകാപ്പായിരുന്നു കേട്ടോ. ഒരുപാട് വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുപ്പിയോളം തപ്പി കുറേ നടന്നിട്ട് അങ്ങനെ അവസാനം എനിക്ക് ഓറഞ്ചും ബ്ലാക്കും കുപ്പിയോളൊക്കെ കിട്ടിയിട്ട് ഈ സാരിയൊക്കെ അത് അലമാരയിൽ ഇങ്ങനെ കിടക്കായിരുന്നു. മാച്ച് ആക്കിയിട്ട് വളകാപ്പിന് ഏകദേശം ഈ ഒരു ഷെയ്ഡൊക്കെ ആണല്ലോ എടുക്കുക, നമ്മൾ കുറച്ച് ഡാർക്കാണല്ലോ. അപ്പോൾ അതുപോലെ നല്ല ഓറഞ്ചും പിങ്കും സാരിയൊക്കെ കിട്ടി. എനിക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു തന്നു, അതൊക്കെ വെച്ചു, ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഒരുപാട് വളമിട്ട്. ഏട്ടൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അയ്യോ ഇങ്ങനെയല്ല എന്ന് നടന്നത്, നമ്മുടെ വരുത്തുമന കൊമ്പയിലല്ലേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ. ഇതൊക്കെ ഏട്ടൻ്റെ കസിൻസാണ്, ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മോളൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും വളകാപ്പ് ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. ആ സമയത്തൊന്നും ആരും നടത്തിയതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. എൻ്റെ സ്റ്റാറ്റസ്, എൻ്റെ ആ ഒരു ഫാമിലി കുറവ് ആരും നടത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഇത് സുലഭമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ, വളകാപ്പും ബേബി ഷവറും ഒക്കെ ഇപ്പം എല്ലായിടത്തിലും കാണാം. ആദ്യമൊക്കെ നമ്മുടെ ഇൻഫ്ലുവൻസർമാരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ കാണായിരുന്നു. പിന്നെ ഞാൻ കാര്യമായിട്ട് എനിക്ക് പേടിമാണീൻ്റെ വളകാപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഒരു വളകാപ്പ് ചെയ്യണമെന്ന് ആ ആഗ്രഹം എനിക്ക് സാധിച്ചു കേട്ടോ. പിന്നെ എനിക്ക് അച്ഛനും അമ്മയും ഏട്ടനും അനിയനും കൂടെ ഒരു ഗിഫ്റ്റൊക്കെ തന്നു, ഒരു മാലയൊക്കെ തന്നിട്ടോ. ഞാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലായിരുന്നു, ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം നല്ലൊരു ഫാമിലീനെ കിട്ടി, കാരണം അവരെനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന് ഞാൻ എൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചെന്ന് അങ്ങനെ ഒരു രീതിയിലായിരുന്നു കേട്ടോ വളകാപ്പ്. പിന്നെ ബേബി ഷവർ ഉണ്ടായിരുന്നു. ബേബി ഷവർ ഞങ്ങൾ കസിൻസ് 4-5-6 ആളുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കണം, അതായിരുന്നു നമ്മളെ ലക്ഷ്യം. നമുക്ക് പോസ്റ്റ് ചെയ്യണം, ഫോട്ടോ എടുക്കണം എന്നിട്ടോ. അങ്ങനെ അതേപോലെ തന്നെ വളകാപ്പിന് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ട് കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത് നല്ലൊരു ബോണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വളയൊക്കെ ഇടുക, പിന്നെ മഞ്ഞളൊക്കെ മുഖത്ത് തേക്കുക, അങ്ങനെ നല്ല രസമായിരുന്നു. ആലോചിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം കേട്ടോ. പക്ഷേ ഇതൊരു ശരിക്കും നല്ല മെമ്മറിയാണ്. ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗ്രാൻഡ് ആയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഒരു വളകാപ്പൊക്കെ നടത്തണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പം നിങ്ങൾ വളകാപ്പൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിൽ നിന്നിട്ട് ഇല്ലായ്മയിൽ നിന്നായാലും വേണ്ടില്ല, നമ്മളത് ഉണ്ടാക്കിയിട്ട് ചെറിയ രീതിയിൽ നമുക്കൊരു വളകാപ്പൊക്കെ നടത്താം. അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, 2 ആൾക്കാർ. ഞാൻ എല്ലാവരും എനിക്ക് ലഡുവൊക്കെ തന്നു, ഒരുപാട് മധുരം കഴിച്ചു. എനിക്ക് ഷുഗറൊന്നും ഇല്ലാത്തതിനോട് ടെൻഷൻ ഇല്ലാണ്ട് എനിക്ക് ലഡുവൊക്കെ കഴിക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇതും അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വളകാപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ കേട്ടോ. നമ്മളെ ചാനലിപ്പം ഇടയ്ക്ക് എനിക്ക് പനി കാരണം എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടൻ്റെ 2 സിസ്റ്റേഴ്സാണ് കേട്ടോ. ഏട്ടൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മക്കളാണ് കേട്ടോ. അപ്പം ഇവരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കസിൻസാണുള്ളത്. ആ കസിൻസ് ടൈപ്പ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുഖത്തൊക്കെ ഈ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല കേട്ടോ ചന്ദനം തേക്കുന്നത്, പക്ഷേ ഫോട്ടോസിൽ എനിക്ക് നന്നായിട്ട് ചന്ദനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 9-ാം മാസത്തിലാണ് കേട്ടോ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിലാണ് ആ ഒരു ഏകദേശം 8-9 മാസത്തിൻ്റെ സമയത്താണ് എനിക്ക് വളകാപ്പ് എടുത്തത് കേട്ടോ.
അപ്പം ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കും ആദ്യം, പിന്നെ ഫോട്ടോ എടുക്കും. ഇതാണ് പോസിങ്, അവർ പോസ് ചെയ്യാൻ കേട്ടോ. ഒരാൾ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഒരാൾ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളെ നെയ്ബറാണ് കേട്ടോ, ദീപ ചേച്ചി, ഇത് കൃപി ചേച്ചി. അപ്പോൾ നെയ്ബേഴ്സിനെ അല്ല കുറേ ആളെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അടുത്തുള്ള 2-3 ആൾക്കാർ കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതെന്തോ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷൻ്റെ ഗോൾഡൻ കളറുള്ള സംഭവമായിരുന്നു, അതൊക്കെ ബാക്കിലാക്കി. പിന്നെ ഫ്രണ്ടിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വിളക്കുണ്ട്, പിന്നെ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ വീഡിയോയിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഫോട്ടോസിലുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ എൻഡിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ബേബി ഷവറിനെ പറ്റി പറയുകയാണെങ്കിൽ ബേബി ഷവറിൻ്റെ ഫോട്ടോയും കൂടി ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുക്കാം കേട്ടോ. ബേബി ഷവറും അടിപൊളിയായിരുന്നു, ഞാൻ പിങ്ക് ഗൗണൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വളകാപ്പ് ഇഷ്ടപ്പെട്ടോ ഗൈസ്? എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ അനിയൻ, എനിക്ക് വളയെ കെട്ടുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുകയാണ് ഇതൊന്ന് എടുത്തു വെച്ചാൽ നന്നായി എന്നില്ലേ. അപ്പോൾ ഭരത്തുമ്പോൾ വലുതായാലും അവന് കാണിച്ചു കൊടുക്കാം കേട്ടോ, ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഈ വളകാപ്പൊക്കെ. ചെറിയ രീതിക്ക് മതി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ആളെ വിചാരിച്ചു, പക്ഷേ അത് എൻ്റെ രീതിയിൽ അത് വലിയ ഒരു ഗ്രാൻഡ് പോലെ ആയിപ്പോയിട്ട് പിന്നെ അത് എല്ലാവരും കൂടി എനിക്ക് ഗിഫ്റ്റൊക്കെ തരുന്നുണ്ട്. എനിക്കൊരു മാല തന്നു കേട്ടോ, അച്ഛനും അമ്മയും ഏട്ടനും അനിയും എല്ലാവരും കൂടെ ഉള്ള ഒരു ഗിഫ്റ്റാണ് ഇത്. അപ്പോൾ അതാ ഈ സമയത്ത് തന്നെ വളകാപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എനിക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടി ഗൈസ്. അപ്പം ഞാൻ അതിലേറെ സന്തോഷത്തിലാണ് കേട്ടോ. എന്തായാലും ദൈവത്തിന് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് വീഡിയോസൊക്കെ മുന്നോട്ടിടാനുള്ളൊരു പ്രേരണ ഉണ്ടാവുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതാ അമ്മ എനിക്ക് മാലയൊക്കെ ഇട്ട് തരുന്നതാണ് കേട്ടോ കാണുന്നത്. അച്ഛൻ്റെ ഡാൻസൊക്കെ കാണുന്നുണ്ടല്ലേ, ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ബാക്കി ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിലായിട്ട് ഒക്കെ കൊടുക്കാം കേട്ടോ, എൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ബൈ ഗൈസ്, ബാക്കി നിങ്ങൾ കാണൂ.